ഇന്ന് ഞങ്ങളുടെ യാത്ര ഏഴാറ്റുമുഖത്തേക്കാണ് കേട്ടോ. തൂക്കുപാലത്തിൽ നിന്നുള്ള ഒരു അടിപൊളി സൺസെറ്റ് കാണിച്ചു തരാം. ഞങ്ങൾക്കിവിടെ കൊടകരയിൽ നിന്ന് പോകാനായിട്ട് എളുപ്പം തുമ്പൂർ മുഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയിണ്ടായിരുന്നത്. ചെല്ലുമ്പോൾ ചെറിയൊരു എൻട്രൻസ് ഫീസും പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോൾ ചെറിയൊരു ഗാർഡനിലൂടെയും കുട്ടികളുടെ പ്ലേ ഏരിയയിലൂടെയൊക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് തൂക്കുപാലത്തിലേക്ക് കയറാൻ പറ്റും. തൂക്കുപാലത്തിലൊക്കെ കയറി വരുമ്പോൾ ഇരുട്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളോട് ആദ്യം പാർക്കിൽ കളിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ചെന്നത് നല്ല അടിപൊളി സമയത്തായിരുന്നു കേട്ടോ. പെരിങ്ങൽകുത്ത് ഡാം തുറന്ന സമയമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മഴയില്ലാതിരുന്നിട്ടും പുഴ നിറയെ വെള്ളമായിരുന്നു. ആ രണ്ട് സൈഡിലും കനാലിലൂടെ വെള്ളമൊക്കെ ഓവർഫ്ലോ ആവുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് പതഞ്ഞൊഴുകുന്നത് നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. പിന്നെ കുറച്ച് നേരം കുട്ടികളെ അവിടെ പാർക്കിൽ കളിക്കാൻ വിട്ടിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ വെറുതെ ഇരുന്നു. ഞങ്ങൾ പോയത് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. എന്നിട്ട് എന്നെ തൂക്കുപാലത്തിൽ കയറാൻ വിളിച്ചിട്ട് ഇവരൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നിറയെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുന്നതൊക്കെ. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ആ പാറക്കൂട്ടം മാത്രമേ പൊതുവെ കാണാൻ പറ്റാറുള്ളൂ. പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന കുറച്ച് വെള്ളവും. സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും നമ്മൾ തുമ്പൂർമുഴിയിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് ഏഴാറ്റുമുഖത്തേക്ക് കയറാൻ പറ്റില്ല. പാലം അവസാനിക്കുന്നിടത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾ നിൽക്കുന്നുണ്ടാവും. പിന്നെ രണ്ട് സ്ഥലത്തും 5 മണി വരെ ആളെ കയറ്റുള്ളൂ കേട്ടോ. 7 മണി വരെ നമുക്ക് അവിടെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ തൂക്കുപാലത്തിൽ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളുടെ റീലൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും 5 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏഴാറ്റുമുഖത്തേക്ക് കയറാൻ പറ്റിയില്ല. മാത്രമല്ല കേട്ടോ, ഡാം തുറന്ന സമയമായതുകൊണ്ട് പുഴയിലേക്ക് ഇറക്കില്ല. തുമ്പൂർമുഴി സൈഡിൽ നിന്ന് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ അനുവാദം ഇല്ലെങ്കിലും ഏഴാറ്റുമുഖം സൈഡിൽ നിന്ന് വെള്ളം അധികമില്ലെങ്കിൽ അവർ ഇറങ്ങാൻ അനുമതി നൽകാറുണ്ട്. അവരിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏഴാറ്റുമുഖത്തെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാൻ നിന്നില്ല. അതുകൊണ്ടാണ് പാലത്തിൽ ഞങ്ങൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് പതുക്കെ അറ്റത്തേക്ക് നടന്നത്. ഇത് നല്ല ഉറപ്പുള്ള പാലാണ് കേട്ടോ. പിന്നെ നല്ല ഇഴയടുപ്പുള്ള നെറ്റ് തന്നെ രണ്ട് സൈഡിലും കൊടുത്തേക്കണോണ്ട് കുട്ടികളെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വിടാം. കുട്ടികളുടെ കുഞ്ഞി കൈയും കാലും പോലും പുറത്തേക്ക് കടക്കില്ല. ഞങ്ങളങ്ങനെ ഒത്തിരി നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് സൺസെറ്റൊക്കെ കാണാനിരുന്നുണ്ടായിരുന്നു. സന്ധ്യയായപ്പോഴേക്കും വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. പിന്നെ ഐസ്ക്രീമും സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി ഇരുന്ന് വീട്ടിലേക്ക് പോന്നു. വീക്ക് ഡേയ്സൊക്കെ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ.